വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എനിക്ക് വന്ന ഒരു കമൻറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് വന്നത്. അപ്പോൾ ഒരുപാട് പേരുടെയൊക്കെ ഇങ്ങനെ കമൻസ് ഒക്കെ വരുമ്പോഴേക്കും എനിക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ ഒന്നും വരാറില്ല. ചില പേരുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കി കമൻസിന് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലൊരു ലിങ്ക്, ഒരു ഡോക്യുമെൻ്റ്, ഒരു ഗൂഗിളിലോട്ടുള്ള ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇതൊന്ന് നോക്കിക്കേ, പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത്, വയറിൽ തൊട്ട് നോക്കി പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന ഒരു വീഡിയോ, ഒരു ആർട്ടിക്കിളാണത്. ഇതൊന്ന് ചേച്ചി വായിച്ച് നോക്കിയിട്ടൊന്ന് പറഞ്ഞു തരുമോ ഡീറ്റെയിൽഡ് ആയിട്ട്. പ്രഗ്നൻസി ഇതുപോലെ കൺഫേം ചെയ്യാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് ഒരു ലിങ്ക് അയച്ചു തന്നിട്ടായിരുന്നു ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആ ആർട്ടിക്കിൾ എടുത്ത് നോക്കി ഗൂഗിളിലോട്ട് ഓപ്പൺ ചെയ്ത് പോകുന്നത് മൈലോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലോട്ടാണ്. മൈലോ വെബ്സൈറ്റ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ചിലപ്പോൾ ഓവുലേഷൻ ഡേറ്റ് ഒക്കെ കണ്ടുപിടിക്കാനും അതുപോലെ പ്രഗ്നൻസി ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് മൈലോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ആർട്ടിക്കിൾ എടുത്തപ്പോൾ മുഴുവനായിട്ടൊന്നും വായിച്ചില്ല. അപ്പോൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കി എന്താണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡ് വരെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയത്. ആരെ എഴുതിയെന്നൊക്കെ അറിയണമല്ലോ, റിലവൻ്റ് ആയിട്ടുള്ളതാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻഡ് വരെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴേക്കും ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ള ഡോക്ടറുടെ പേര് ഡോക്ടർ മാധവി ഗുപ്ത എന്നാണ് ആർട്ടിക്കിൾ എഴുതിയ ഡോക്ടറുടെ പേര്. അവരൊരു ആയുർവേദിക് ഡോക്ടറാണ്. സ്പെഷ്യലൈസിങ് മെഡിസിൻ കണ്ടക്ട് ആൻഡ് എക്സ്പീരിയൻസ് ഓവർ 10 years, 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മെഡിക്കൽ ഡോക്ടറാണ് അവർ. കണ്ടന്റ് റൈറ്റിംഗ് ഒക്കെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആർട്ടിക്കിൾ ആയിരുന്നു. അപ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കി കേട്ടോ. ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ടച്ച് ചെയ്ത് നോക്കിയിട്ട് പ്രഗ്നൻസി ഉറപ്പിക്കുന്നതിനെ പറ്റിയിട്ടാണ്. നോർമലി നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും അവർ നമ്മളോട് പറയും ബെഡിൽ കിടന്നേക്കൂ, ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയാറുണ്ടല്ലോ പല ഡോക്ടേഴ്സും. അങ്ങനെ കിടന്നിട്ട് പ്രഗ്നൻസി എക്സാമിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇത് നിങ്ങൾ ചെയ്യണോ, ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്, ഏർലി സ്റ്റേജിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റുമോ എന്നതിനൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. നമ്മുടെ ചാനലിൽ യൂട്യൂബിൽ പോയിട്ട് നമ്മുടെ ചാനൽ എടുത്തു കഴിയുമ്പോൾ തന്നെ അതിനുള്ള ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് 89 രൂപയ്ക്കോ 159 രൂപയ്ക്കോ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടിയിട്ടാണ് ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് ആയിട്ട്. നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഒരു ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്പേഴ്സ് ഒന്നും ഒരാൾക്കും ഷെയർ ആയി പോവില്ല. എൻ്റെ നമ്പർ നിങ്ങൾക്കോ നിങ്ങളുടെ നമ്പർ എനിക്കോ കാണാൻ പറ്റാത്ത രീതിക്കുള്ളതാണ് ഈ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ കയറണമെന്നുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ജോയിൻ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റിന്റെ ഓപ്ഷൻ ഉണ്ടാകും. 89 രൂപയും 159 രൂപയാണ് മെമ്പർഷിപ്പിന് വരുന്നത് കേട്ടോ. പെർ മന്താണ്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അത് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് അത്രയും വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും എനിക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ജസ്റ്റ് ഒരു അവയർനെസ് പോലെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അത് ഓർത്തിട്ട് വേണം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുത്തിട്ടാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ചാനലിൽ തന്നെ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ഇട്ടിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാം. അതിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനലിലോട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ യൂട്രസ് എക്സാമിൻ ചെയ്യുന്നത്, ഫിംഗേഴ്സ് വെച്ചിട്ട് യൂട്രസ് എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ കിടക്കാനായിട്ട് നോക്കുക. ആ കിടക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കാല് നിലത്ത് കുത്തിയിട്ട്, നിങ്ങളുടെ ഉപ്പൂറ്റി നിലത്ത് കുത്തിയിട്ട് മുട്ടുകാല് പൊക്കി വെച്ചിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിങ്ങൾ കിടക്കേണ്ടത്. ഇമേജ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ശേഷം നമ്മുടെ ഇടത്തെ കൈയുടെ വിരലുകൾ നമ്മുടെ വലത് ഭാഗത്തുള്ള അടിവയറിൻ്റെ പോർഷനിൽ വെക്കുക. ഞാനിവിടെ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നേരെ നമ്മൾ കിടക്കുമ്പോഴേക്കും നമ്മുടെ ഇടത് കൈയുടെ വിരലുകൾ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ വലത് ഭാഗത്തുള്ള ആ ഏറ്റവും എൻഡിൻ്റെ പോർഷനിൽ, അടിവയറിൻ്റെ ഏറ്റവും എൻഡിൻ്റെ പോർഷനിൽ നിങ്ങൾ വെക്കുക. ശേഷം നമ്മുടെ വലത് കൈ ഉണ്ടല്ലോ, അത് നിങ്ങൾ നേരെ ഈ ഒരു പാമ്പിൻ്റെ നമ്മൾ ഇടത് ഭാഗത്തെ കൈ വെച്ചില്ലേ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ വലത് ഭാഗത്ത് ആ ഭാഗത്ത് തന്നെ നിങ്ങളുടെ ആ ഒരു വലത് കൈയും ആ ഇടത് വിരൽ വെച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ വെക്കുക. അതെങ്ങനെ വെക്കണമെന്നുള്ള ഇമേജും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നും വേണ്ട, നിങ്ങൾ ആദ്യം തന്നെ ഇടത് കൈ എടുത്ത് വലത് ഭാഗത്ത് വെക്കുക. അതിൻ്റെ മുകളിലോട്ട് ഇടത് കൈയും കൂടി എടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾ പ്ലേസ്
ബേസ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. ഇത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. യൂറിനേറ്റ് ചെയ്ത് ബ്ലാഡർ എംപ്റ്റി ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളത് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്ത് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ കിടക്കാനായിട്ട് റിലാക്സ് ആയിട്ട് കിടക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കിടന്നിട്ട് കൈ ക്രോസ് ആക്കി വയറിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് വെക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് ഒന്ന് ബലത്തിൽ കുത്തുക. നമ്മൾ ബ്രിഡ്ജ് പോസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ നടുവ് പൊക്കാൻ വേണ്ടിയിട്ട് കാലൊന്ന് അമർത്തി കുത്തില്ലേ, ആ അമർത്തി കുത്തുന്നത് പോലെ കാല് ഒന്ന് അമർത്തി ബെഡിലോട്ട് വെക്കുക. ശേഷം നമ്മുടെ കൈ ഒന്ന് അമർത്തി വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അടിവേറിൻ്റെ ഭാഗത്തോട്ട് നമ്മുടെ വയറിലോട്ട് നമ്മുടെ ഫിംഗേഴ്സ് ഒന്ന് അമർത്തി വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ബോൾ പോലെ ഒരു തടിപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് നിങ്ങളുടെ ആ ഒരു ബെല്ലി, പ്രഗ്നൻസിയുടെ ആ ഒരു ബെല്ലി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ചിലർക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത് ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റിൽ ചെയ്തിട്ട് ആ കൈ പയ്യെ മൂവ് ചെയ്ത് നോക്കി പൊസിഷൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി മൂവ് ചെയ്തിട്ടും നിങ്ങൾക്ക് വയറ് വിസിബിൾ ആകുന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് ഭാഗത്തും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതെപ്പോഴും പൊക്കളുടെ മുകളിലോട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, കീഴ്പോട്ടേക്കുള്ള ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ബോൾ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏർലി സ്റ്റേജിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇത് വെച്ചിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ വയറ് നന്നായിട്ട് അമർത്തുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞു തരണതിന് മുമ്പ് ഞാനിത് എൻ്റെ വയറ്റിലൊന്ന് ചെയ്ത് നോക്കി, ഞാൻ പ്രഗ്നൻ്റ് അല്ല, പക്ഷേ എനിക്കിതൊന്ന് ഫീൽ ചെയ്യണമല്ലോ. കാരണം ഒരു ലെയറിലായിരിക്കില്ലല്ലോ നമ്മുടെ യൂട്രസ് ഉള്ളത്, ഒരുപാട് ലെയറുകൾക്ക് അകത്താണ് യൂട്രസ് ഉള്ളത്. അപ്പോൾ ഒരു എൻഡിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ വയറിൽ നന്നായിട്ട് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാലേ ആ ഒരു സെൻസേഷൻ നമുക്ക് ഫീലായിട്ട് വരുള്ളൂ. ഇത് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിവയറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഈ വോയിസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഫീലിംഗ് നല്ലോണം ഉണ്ട്. അടിവേറിൻ്റെ അവിടെ എനിക്കിപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരുപാട് പ്രഷറിൽ ബോളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് കുത്തുമ്പോൾ ബോഡിയെ ഒന്നുകൂടി നമ്മൾ ടയേർഡ് ആക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ബോഡിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് നമുക്ക് വിസിബിൾ ആകും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ സമയമൊക്കെ കഴിഞ്ഞു, ഫസ്റ്റ് ട്രൈമസ്റ്റർ ഏകദേശം കഴിയാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പയ്യെ ഒന്ന് കൈ വെച്ച് നോക്കിയാൽ മതി. പയ്യെ ഒന്ന് കൈ ഒന്ന് നെക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബോൾ പോലെ ഫീൽ ചെയ്യും. കാരണം അവിടെ കുഞ്ഞ് വളരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഡോക്ടേഴ്സ് വേറെ പരിശോധിച്ച് നമുക്ക് നോക്കാറുണ്ട്. അങ്ങനെ നമുക്കത് ഫീൽ ചെയ്യാം. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞ് വളരുന്നത് ഒന്ന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഞെക്കി നോക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ അമർത്തി ശക്തിയിൽ നോക്കാനൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. ഈ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട് അമർത്തി ശക്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകില്ല, നഷ്ടമായി പോകുമെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അമർത്തി ശക്തിയിലൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അമർത്തി ശക്തിയിൽ നോക്കിയാലും കുഞ്ഞൊരുപാട് ലെയറുകൾക്കകത്താണ്, കുഞ്ഞിനെ അത് ഒരിക്കലും അഫക്റ്റ് ചെയ്യേയില്ല കേട്ടോ. ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഇതുപോലെ പയ്യെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു വയറ് ഹെവിനെസ് ഫീൽ ചെയ്യും എന്നതിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. അത് പക്ഷേ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. എഴുന്നേറ്റ് നിന്നിട്ടാണെങ്കിലും പയ്യെ ഒന്ന് വയറിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും ഒരു ബലം ഇല്ലാണ്ട് കാഠിന്യം ഇല്ലാണ്ട് വയറിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാം കേട്ടോ. എന്നിരുന്നാൽ കൂടി തന്നെ നിങ്ങളിപ്പോൾ ഏർലി സ്റ്റേജ് ആണ്, പ്രഗ്നൻസി ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കണമെന്നില്ല. ഇനി നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്ത് നോക്കിയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ എന്നോട് അയച്ചു തന്നിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചത്. നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ നമ്മുടെ വയറ് ഭയങ്കര ഹാർഡ് ആയിക്കൊണ്ടിരിക്കും. അത് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. നമുക്ക് വയറിൽ ബ്ലോട്ടിംഗ് പോലുള്ള കണ്ടീഷൻസും ഒക്കെ ഭയങ്കര കൂടുതലായിട്ടുണ്ടാകും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്കംഫർട്ട് ഭയങ്കര കൂടുതലായിട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. വയറ് ഹാർഡ് ആവുകയും ഒരു ഭാഗം മാത്രം തൊട്ട് നോക്കുമ്പോൾ ഒരു കല്ലപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. പക്ഷെ അത് ഇതുപോലെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.